ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സൗരോർജ്ജം പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന. ഭൂമിക്ക് മുകളിലുള്ള മറ്റൊരു 3 ഗോർജസ് ഡാം പദ്ധതി എന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലെ റിപ്പോർട്ട് പദ്ധതിയെ വിശേഷിപ്പിച്ചത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് യാങ്സി നദിയിലെ 3 ഗോർജസ് അണക്കെട്ട്. പ്രമുഖ ചൈനീസ് റോക്കറ്റ് ശാസ്ത്രജ്ഞനായ ലോങ് ലെഹാവോയാണ് ആശയം രൂപപ്പെടുത്തിയത്. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിൽ 1 കിലോമീറ്റർ വീതിയിലുള്ള സോളാർ വ്യൂഹം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. രാത്രി പകൽ പ്രതിഭാസം ബാധിക്കാതെ മുഴുവൻ സമയം സൗരോർജ്ജം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നിലവിൽ പ്രതിവർഷം 100 ബില്യൺ കിലോവാട്ട് പദ്ധതിയോടെയാണ് ലോങ് പദ്ധതിയെ ഉപമിച്ചത്. 3 ഗോർജസ് അണക്കെട്ടിനെ ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂസ്ഥിര പരിക്രമണ പഥത്തിലേക്ക് മാറ്റുന്നത് പോലെ പ്രധാനമർഹിക്കുന്നതും അവിശ്വസനീയതുമായ പദ്ധതിയാണെന്നും ലോങ് പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് 1 വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന ഊർജം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആകെ എണ്ണയുടെ അളവിന് തുല്യമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതിയുടെ നടത്തിപ്പിന് സൂപ്പർ ഹെവി റോക്കറ്റുകളുടെ വികസനവും വിന്യാസവും ആവശ്യമാണ്. ഇതിനായി ചൈനയുടെ ബഹിരാകാശ സാങ്കേതിക മികവ് വരും വർഷങ്ങളിൽ വൻ കുതിച്ചുചാട്ടം നടത്തേണ്ടി വരും. റോക്കറ്റിന്റെ പ്രധാന ഉപയോഗം ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സൗരോർജ്ജ നിലയങ്ങളുടെ നിർമ്മാണമായിരിക്കുമെന്നും ലോങ് പറഞ്ഞു. ആശയം സയൻസ് ഫിക്ഷൻ നോവലിലും അല്ലാതെയും മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സൂര്യനിൽ നിന്ന് ഊർജം ശേഖരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നതിനെ അന്താരാഷ്ട്ര തലത്തിൽ ഊർജ മേഖലയുടെ മാൻഹട്ടൻ പദ്ധതി എന്നാണ് വിളിക്കുന്നത്. ഈ ആശയം പതിറ്റാണ്ടുകളായി ശാസ്ത്രവൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന രാജ്യം ചൈനയാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.